ഞാൻ സ്വയം ചീഞ്ഞിരിക്കുന്നുവെന്ന് കേരള രാഷ്ട്രീയത്തിലെ BJPയുടെ ബഡാ ഉള്ളി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ, പാലക്കാടും ചേലക്കരയെല്ലാം ഞങ്ങളിപ്പോൾ കുത്തിമറിക്കുമെന്നായിരുന്നു അവകാശവാദം. തോറ്റൂപ്പാട് വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതായി. അങ്ങനെ ഇന്ന് രാവിലെ ഉറക്കം നഷ്ടപ്പെട്ട് പ്രവർത്തകരുടെ തെറിപ്പൂരം ആദരവായി ഏറ്റുവാങ്ങി നിവർത്തിയില്ലാതെ ഹൃദയം പൊട്ടി ഉള്ളിസുര അക്കാര്യം പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജിസന്നദ്ധത അറിയിച്ചത്. എന്നാൽ നിലവിൽ രാജി വേണ്ടെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായി സുരേന്ദ്രൻ പക്ഷം അവകാശപ്പെടുന്നു. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ പറയും. ഗൗരവമുള്ള ഒരു നീക്കമാണ് BJPക്കകത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു. പക്ഷേ ആ രാജ്യസന്നദ്ധത എന്നുള്ളത് തീർച്ചയായിട്ടും സുരേന്ദ്രന്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലുപരിയായി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച കാര്യങ്ങളാണ് വളരെ ഗൗരവമുള്ളത്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ഒരു പരാതിയാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിക്കാൻ ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകളും പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നേരിട്ട് അന്വേഷണം നടത്താമെന്നുള്ളൊരു ഉറപ്പ് കിട്ടിയെന്നാണ് സുരേന്ദ്രൻ അനുകൂലികൾ പറയുന്നത്. വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമല്ല, കാലുവാരിയവരെ കുറിച്ചും ഒറ്റിയവരെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. കൗരവപ്പടയുടെ ശിഖണ്ഡി പരാമർശമൊക്കെ നടത്തി പുരാണത്തെക്കുറിച്ച് പോലുമുള്ള ഉള്ളിയുടെ അവഗാഹം നാട്ടുകാർ കേട്ടതാണ്. ഇനി ഒരു നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂട്ടുകച്ചവടം നടത്തി കോൺഗ്രസുമായി ചേർന്ന് ഒരു സീറ്റ് ഒപ്പിച്ചെടുത്ത് ഒരുവിധം പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഉള്ളി സംഘവും ചെന്നിറങ്ങിയ പാലക്കാടും തൊഴുത്തിൽ കുത്തുകൊണ്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ഏതുപോലെ തൃശ്ശൂരിൽ കോൺഗ്രസ് തൊഴുത്തിൽ കുത്തി എങ്ങനെയാണോ സംഘപരിവാറിനെ വിജയിപ്പിച്ചത്, അതുപോലെ പാലക്കാടും ഒരു സ്പെഷ്യൽ തൊഴുത്തിൽ കുത്ത് നടന്നു. അണ്ടർസ്റ്റാൻഡിംഗ് തൊഴുത്തിൽ കുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ശോഭാ സുരേന്ദ്രൻ ഒരു സൈഡിൽ, 18 കൗൺസിലർമാർ മറ്റൊരു സൈഡിൽ, സന്ദീപ് ജി വാര്യർ എന്ന മുഴുമുഴുത്ത സംഘി കോൺഗ്രസ് സൈഡിൽ. അങ്ങനെ പല സംഘികളും കാലുവാരി കോൺഗ്രസിനെ പുണർന്നതും സുഡാപ്പികൾ ഒന്നടങ്കം കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഞങ്ങൾ തമ്മിലാണ് അവിടെ ബെഡാ ഫൈറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം തൃശ്ശൂരിൽ ഞങ്ങൾ അതുപോലൊരു ബെഡാ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞ് എങ്ങനെയാണോ ചെമ്പിനെ വിജയിപ്പിച്ചത് അതേ മാതൃകയിൽ ഇവിടെ വ്യാജനെ വിജയിപ്പിക്കാൻ സംഘികളും കൂട്ടുനിന്നു. സുഡാപ്പികൾ കൂടി ചേർന്നപ്പോൾ വലിയ വിജയമെന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. പക്ഷേ വിജയത്തിനൊടുവിൽ പ്രവർത്തകർ കാലുവാരിയപ്പോൾ ഇനിയിപ്പോൾ ഉള്ളിക്ക് നിലനിൽപ്പില്ല, കാലാവസ്ഥ മോശമാണ്, ചീഞ്ഞളിയാനാണ് സാധ്യതയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വയം ഇറങ്ങിപ്പോകുന്നതാണ് അന്തസ്സെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം. പക്ഷേ വൈകിപ്പോയി. തെറിപ്പൂരം നടത്തുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരോ മറ്റാരെങ്കിലുമല്ല, അത് സ്വന്തം പാർട്ടിക്കാർ തന്നെ ആയപ്പോൾ ഡിമാൻഡ് ഇടിഞ്ഞു, ഫാൻസ് അസോസിയേഷൻകാർ കുറഞ്ഞു, എങ്ങനെയും ചൂലെടുത്ത് ആട്ടി ഇറക്കിയാൽ മതി എന്ന അവസ്ഥയിൽ തലയിൽ മുണ്ടിട്ട് ഉള്ളിക്ക് പാർട്ടിയുടെ സ്ഥാനമൊഴിഞ്ഞു പോകേണ്ട ഗതികേടിലെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.